ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറുത് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ട് ഔട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വരാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആദ്യം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ ചൊല്ലുക, വ്യൂ ഓൾ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള സോങ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ചൊന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് നോർമലായിരിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ്. അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഗാലറി ചെന്ന ശേഷം നോർമലായിരിക്കുന്ന നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നതിനകത്ത് PNG ഫോട്ടോയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ഓൺ ആക്കിയിരിക്കണം. ഫസ്റ്റ് ഫോട്ടോ നമ്മൾ സേവ് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്കൊരു ഫോട്ടോ കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ബാക്ക് അടിക്കുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുമ്പ് ചെയ്തതുപോലെ തന്നെ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ 2 ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കുക. ഈ 2 ഫോട്ടോ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നോർമലായിരിക്കുന്ന ഫോട്ടോ കൊടുത്താലും കുഴപ്പമില്ല. ഇത് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി എഫക്റ്റ് തോന്നുന്നതാണ്. അതിനാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. 2 ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക. നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റ് തന്നെ എടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മളെ 2 ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ ആഡ് ചെയ്തു. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ മുകളിലും ഒരു ഫോട്ടോ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് അടിച്ചിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഫോട്ടോ ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതിനുശേഷം ആ ഫോട്ടോയുടെ 2ൻ്റെയും ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 2 ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പറഞ്ഞ മനസ്സിലല്ലോ. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോയുടെ താഴെ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് സെർച്ച് ചെയ്യുക. WIP എന്ന് കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്തിട്ട് അതിനകത്തെ ആംഗിൾ സെലക്ട് ചെയ്തിട്ട് 90 ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് 90 ഡിഗ്രി കറക്റ്റായിട്ട് കൊടുത്ത ശേഷം അതിനുശേഷം അതിനകത്ത് ഫെദറുണ്ട്, എൻഡിൻ്റെ വാല്യൂ കുറയ്ക്കുക. എൻഡ് വാല്യൂ കുറയ്ക്കാനത്തെ വൈപ്പ് എഫക്റ്റ് താഴെ നിന്ന് കയറി വരുന്ന കാണാൻ സാധിക്കും. കുറച്ച് കൂടുതൽ വെച്ച ശേഷം നമുക്ക് താഴെയായിട്ട് ഫെദർ എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്. ആ ഫെദർ ഒന്ന് കൂട്ടി കൊടുക്കാനത്തെ വൈപ്പ് എഫക്റ്റ് കറക്റ്റായിട്ട് ഇതുപോലെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഈ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന അടുത്ത ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് നമ്മൾ 2ാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു എഫക്റ്റ് ഒരു പേസ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് അടുത്ത എഫക്റ്റ് കൊടുക്കാം. ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫ്രാക്ഷണൽ വാപ്പ് എന്ന് കൊടുക്കുക, FRA എന്ന് കൊടുക്കുക. FRA ഫ്രാക്ഷണൽ വാപ്പ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ വേറെ നോക്കേണ്ട കാര്യം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. അതിനുശേഷം അതിന് എൻഡ് എത്തിയ ശേഷം ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 0.50 കൊടുക്കുക. മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക. അതിന് മുകളിൽ കൊടുത്തേക്കുന്ന മാഗ്നിറ്റ്യൂഡും അതും കുറച്ച് മാത്രം കൊടുത്താൽ മതി. ഏകദേശം ഒരു നമുക്ക് ഒന്ന് നോക്കാം, ഇത്രയും ആവശ്യമില്ല, നമുക്ക് കുറയ്ക്കാം. ഇനിയും കുറച്ച് മാഗ്നിറ്റ്യൂഡ് നല്ലപോലെ കുറച്ച് കൊടുക്കുക. കുറച്ചുകൂടി കുറയ്ക്കുന്നുണ്ട്, ഏകദേശം ഒരു 20 കൊടുത്താൽ മതി. 0.20 കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ, ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം ഈ വൈപ്പ് എഫക്റ്റ് ഫ്രാക്ഷൻ വാപ്പിൻ്റെ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് കൊടുത്താൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ വീണ്ടും ഞാൻ കുറച്ചിട്ടുണ്ട്. 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രം മാഗ്നിറ്റ്യൂഡ് കൊടുക്കാവുള്ളൂ. അതിനുശേഷം കോപ്പി എടുത്തിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ 2 ഫോട്ടോയ്ക്ക് നമ്മൾ ഫ്രാക്ഷൻ വാപ്പും വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റും കൊടുത്തു. പറഞ്ഞ മനസ്സിലല്ലോ. അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ലിറിക്സ് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലമാണ്. അതിനായിട്ട് ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. വെച്ച ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ വൈപ്പ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇതില്ല, വൈപ്പ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആ എഫക്റ്റ് ക്ലിക്ക് ശേഷം നമ്മൾ ഫോട്ടോയിൽ കൊടുത്തില്ല, ആ എഫക്റ്റ് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. വൈപ്പ് എന്ന് സെർച്ച് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യാം. ഇതിനകത്ത് ആംഗിൾ 90 ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ഫെദർ കുറച്ച് കൂടുതൽ കൊടുക്കുക. കറക്റ്റായിട്ട് 90 ഡിഗ്രി കൊടുക്കുക. അതിനുശേഷം ഫെദർ നല്ല മാക്സിമം കൂട്ടി കൊടുക്കുക. ഒരു 30 ഒക്കെ കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് വാല്യൂ കൂട്ടി കൊടുക്കുക. അതായത് മുകളിൽ നിന്ന് വൈപ്പ് എഫക്റ്റ് കയറി വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ എന്ന് പറയുന്ന എൻഡ് എന്ന് പറയുന്ന വാല്യൂ കുറച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ റെക്റ്റാങ്കിളിന് മുകളിലും താഴെ വൈപ്പ് എഫക്റ്റ് ലഭിക്കുന്നതാണ്. അതിനുശേഷം കുറച്ചുകൂടി ഫെദർ കൂട്ടി കൊടുക്കുന്നുണ്ട്. കൂട്ടി കൊടുത്തിട്ട് സൈസ് കുറവാണെങ്കിൽ നമ്മൾ സൂം ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് സൂം ഓപ്ഷൻ വെച്ച് കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തൊരു വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വീഡിയോ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെന്നിട്ട് നമ്മൾ ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ അത് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേഷൻ എടുക്കുക. റൊട്ടേഷൻ എടുത്ത് 90 ഡിഗ്രി -90 ഡിഗ്രി കൊടുക്കുക. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ റെക്റ്റാങ്കിളും താഴെ വീഡിയോ ആക്കിയ ശേഷം 2 സെലക്ട് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആക്കി കൊടുക്കുക. ഇത്രയും കൊടുക്കുന്നത് നമുക്ക് ആ ലിറിക്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സ്മോക്കി എഫക്റ്റ് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് എടുത്തിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇവിടെ പൂക്കൾ എന്നുള്ള ലിറിക്സ് അല്ലേ, കറക്റ്റായിട്ട് ലിറിക്സ് എഴുതി കൊടുക്കുക. ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. അതിനുശേഷം മുകളിൽ കൊടുത്ത അലൈൻമെൻറ്റ് സെൻറ്ററായി കൊടുക്കുക. ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കളർ പ്യുവർ വൈറ്റ് ആക്കി കൊടുക്കുക. 18BT ആവശ്യാനുസരണം സൈസും കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഈ സാധനം കുറച്ച് ഡ്രാഗ് ചെയ്ത് വലിപ്പം സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. അതിനുശേഷം ടെക്സ്റ്റിൻ്റെ സ്പേസ്. അതിനുശേഷം ഫസ്റ്റത്തെ ലിറിക്സ് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിന് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് RFT ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് കൊടുക്കുക. TEX ടെക്സ്റ്റ് സ്പേസിങ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് ലെറ്റർ സ്പേസിങ് സെലക്ട് ചെയ്തിട്ട് മാക്സിമം കൂട്ടി കൊടുക്കുക. ഏകദേശം ഒരു 75 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. അതിനുശേഷം ആ ടെക്സ്റ്റിൻ്റെ എൻഡ് എത്തിയിട്ട് ഒരു കീ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ എത്തുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് 0 കൊടുക്കുക. അപ്പോൾ ലാസ്റ്റും ആദ്യവും അവസാനവും 75ഉം സെൻറ്റർ 0യും കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യത്തിനകത്ത്. അതിനുശേഷം അത് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് അടുത്ത 2 കീയുടെ നടക്കുന്നിട്ട് പേസ്റ്റ് കൊടുക്കുക, റിവേഴ്സ് കൊടുക്കുക. ഇത്രയും കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ ഗ്രാഫ് എങ്ങനെ കൊടുക്കേണ്ടതെന്നും റിവേഴ്സ് കൊടുക്കുക. രണ്ടാമത്തെ അടുത്ത എഫക്റ്റ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിപ്സ് എന്ന് പറയുന്ന എഫക്റ്റാണ്. അതിനായിട്ട് STRI എന്ന് കൊടുക്കുക. STRI എന്ന് കൊടുക്കാൻ നേരത്ത് നമുക്ക് സ്ട്രിപ്സ് എന്ന് പറഞ്ഞ എഫക്റ്റ് കിട്ടുന്നതാണ്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്ത ശേഷം അടുത്ത കൗണ്ട് 0 ആക്കി കൊടുക്കുക. അതിനകത്ത് വിഡ്ത്ത് കാണുന്നുണ്ട്. വിഡ്ത്ത് ഒരു 15 കൊടുക്കുക. 0.15 കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫേസ് സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്ത ശേഷം 2 കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കീ അതിനകത്ത് ആദ്യം കൊടുക്കുന്ന കീ എന്ന് പറഞ്ഞ വാല്യൂ എന്നിട്ട് 1 ഏകദേശം 19 കൊടുക്കുക. 1.19 കൊടുക്കുക.
സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക, അത് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിന് എൻ്റെ എത്തിയിട്ട് അതിൻ്റെ വാല്യൂ ഒരു 90, ഏകദേശം ഒരു 98 കൊടുക്കുക, 96 കൊടുക്കുക. അത് എൻഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് സ്മൂത്തനിങ് എന്ന എഫക്റ്റ് ഉണ്ട്. ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനൊരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്ത് സ്മൂത്തനിങ് സെലക്ട് ചെയ്തിട്ട് സ്മൂത്തനിങ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരു 50 കൊടുക്കുക, 50 അല്ല 68 കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കിൾ റിപ്പിൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. അതിനായിട്ട് RFT ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ സർക്കിൾ റിപ്പിൾ എന്ന് കൊടുക്കുക, CIR എന്ന് കൊടുക്കുക, സർക്കിൾ റിപ്പിൾ. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. ഫ്രീക്വൻസി 5 കൊടുക്കുക, 5.00 കൊടുക്കുക, 5.00 കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്യുക. സ്ട്രെങ്ത് നമുക്ക് 25 തന്നെ ഇരിക്കട്ടെ. ഫേസ് സെലക്ട് ചെയ്ത ശേഷം 2 കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് കൊടുക്കുന്ന കീയുടെ വാല്യൂ 0യും എൻഡ് കൊടുക്കുന്ന വാല്യൂ -20 കൊടുക്കുക. കറക്റ്റായിട്ട് -20 കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം റെഡ്യൂസും അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഫെദറും ഫുള്ള് കൊടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന റെഡ്യൂസും ഫുള്ള് കൊടുക്കുക. റൈറ്റ് സൈഡിലോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക. അതുപോലെ തന്നെ ഫെദറും ഫുള്ള് കൊടുക്കുക. കറക്റ്റായിട്ട് രണ്ടും ഫുള്ള് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. സെക്കൻഡ് എല്ലാം മനസ്സിലായല്ലോ. അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് ലോങ് ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റാണ്. അതിനായിട്ട് സെർച്ച് ബാറിൻ്റെ ഇവിടെ ലോങ് ഷാഡോ എന്ന് സെർച്ച് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് അതിനകത്ത് ആൽഫ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആൽഫ കൂട്ടി കൊടുക്കുക. കൂട്ടാതെ നമുക്ക് ആ ഷാഡോ എഫക്റ്റ് അവിടെ കാണാൻ സാധിക്കും. മാക്സിമം കൂട്ടി കൊടുക്കുക. ഒരു 38 ഒക്കെ കൊടുത്താൽ മതി. അതിനുശേഷം സൈസ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 50 കൊടുത്തിട്ടുണ്ട്. സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതുപോലെ വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടെക്സ്റ്റിൻ്റെ ഷാഡോ എഫക്റ്റ്. ഇത്രയും മാത്രം കൊടുക്കുക. എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം ഈ ടെക്സ്റ്റ് കോപ്പി എടുക്കുക. നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്ത് പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റേഷൻ എടുത്ത് സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്ററിൽ നമ്മൾ ടെക്സ്റ്റൊക്കെ സൈഡ് റൊട്ടേറ്റ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ ടെക്സ്റ്റ് വരേണ്ടത് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ആർസം എടുക്കുക. റൊട്ടേറ്റ് ചെയ്യുക. എങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാവുന്നതാണ്. ഇങ്ങനെ ചിരിച്ച് വെക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ടെക്സ്റ്റും എല്ലാം ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് എല്ലാം കൊടുത്ത ശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൂവ് ആൻഡ് ആർസം എടുക്കുക. ഇതുപോലെ റൊട്ടേറ്റ് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. 2 ടെക്സ്റ്റും നമുക്ക് പ്രിവ്യൂ കാണുന്ന രീതിയിലോട്ട് വീഡിയോ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ ആരും പോലെ. ഇനി നമുക്ക് HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.